ഹലോ, ഇനി നമുക്ക് ഹൈ ഫ്രീക്വൻസി മെഷീൻസിനെ പറ്റിയിട്ട് ഒന്ന് പരിചയപ്പെട്ടാലോ. ഹൈ ഫ്രീക്വൻസി മെഷീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ കറണ്ട് സ്കിന്നിലേക്ക് പടത്തി വിട്ടിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മുടെ ആക്നെ, അതുപോലെ പിമ്പിൾസ്, അതുപോലെ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോഡ് ഉണ്ട്. അത് നമ്മുടെ ഡാൻഡ്രഫിനായാലും അതുപോലെ നല്ല ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി മെഷീൻസ് ആണ് അതൊക്കെ. സ്കിന്നിലെ ചില കണ്ടീഷൻസിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ ഹൈ ഫ്രീക്വൻസി മെഷീൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ മെഷീൻ വന്നിട്ട് ഇങ്ങനെയാണ്. ഒരു ഹാൻഡ് സെറ്റ് വരുന്നുണ്ട്. ഇത് നമ്മൾ പ്ലഗിൽ കുത്തേണ്ടതാണ്. ഇതിന്റെ ഈ താഴെയായിട്ട് ഇതിന്റെ ഇന്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെയാണ്, ഇതിന്റെ ഉള്ളിലോട്ടാണ് നമ്മുടെ ഇലക്ട്രോഡ്സ് ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ സലൂണിൽ നമ്മളൊരു പിമ്പിൾ ട്രീറ്റ്മെന്റ് ഹൈ ഫ്രീക്വൻസി മെഷീൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര റിസൾട്ട് ആയിരുന്നു. ഒരുപാട് ഫേസിൽ നിറയെ പിമ്പിൾസ് ആയിട്ടായിരുന്നു ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിമ്പിൾസിന് ഹൈ ഫ്രീക്വൻസി മെഷീൻസ് കൊണ്ടുള്ള ട്രീറ്റ്മെന്റും മെഷീനും കൊടുത്തിട്ട് അത് ഒരു 5 സിറ്റിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് നല്ല കംപ്ലീറ്റ് ആയിട്ട് പിമ്പിൾസ് നന്നായി ഭേദമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പിമ്പിൾസിന്റെ ആക്നെ മാർക്ക് ഉണ്ടാവും. അത് നമ്മൾ പിന്നെ വളരെ പതുക്കെ ഉള്ള ഒരു പ്രോസസ്സാണ്. പിമ്പിൾസിന്റെ പാടുകൾ മാറാൻ കുറച്ച് ടൈം എടുക്കും. എന്നാൽ പിമ്പിൾസ് വളരെ പെട്ടെന്ന് ഒരു 6 സിറ്റിംഗ് ആണ് മാക്സിമം വെസ്റ്റീലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ളത്. അതിന്റെ കൂടെ നമ്മൾ ഹൈ ഫ്രീക്വൻസി മെഷീൻസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റും കൊടുക്കാറുണ്ട്. അതോടുകൂടി തന്നെ നമുക്ക് പിമ്പിൾസും അതുപോലെ ആക്നെ ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ആവാം. മെഷീൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഹാൻഡ് സെറ്റിൽ നമുക്ക് 4 ഇലക്ട്രോഡാണ് വരുന്നത്. അതിൽ ഇത് വന്നിട്ട് ടങ്ക് ഇലക്ട്രോഡാണ്. ഒരു ഗ്ലാസ് ട്യൂബ് പോലെയുള്ള 4 ഇലക്ട്രോഡാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ടങ്ക് ഇലക്ട്രോഡാണ്. ഇത് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ടവൽ കൊണ്ടോ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലഗ് കുത്തിയതിനു ശേഷം ഇവിടെ നമുക്ക് ഇതിങ്ങനെ ഈ ഇന്റൻസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടങ്ക് ഇലക്ട്രോഡ് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ സെൻസിറ്റീവ് ഏരിയാസിലാണ്. നമ്മുടെ സ്കിന്നിലുള്ള സെൻസിറ്റീവ് ഏരിയാസ് ആയിട്ടുള്ള നമ്മുടെ ഐയുടെ ഏരിയ, അതുപോലെ സ്കാൾപ്പ് ഏരിയ, സ്കിന്നിന്റെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളെ നമ്മൾ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലക്ട്രോഡാണ്. ഈ ഒരു ഗ്ലാസ് ട്യൂബാണ് നമ്മുടെ ടങ്ക് ഇലക്ട്രോഡ്. നെക്സ്റ്റ് വൺ വന്നിട്ട് മഷ്റൂം ഇലക്ട്രോഡാണ്. ഈ മഷ്റൂം ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിന്നിന്റെ ലാർജ് ഏരിയാസിലാണ്. ലൈക്ക് ചീക്സ്, അതുപോലെ നെക്ക്, ഫോർഹെഡ്, അങ്ങനെയുള്ള ഏരിയാസിലാണ് നമ്മൾ ഈ മഷ്റൂം ഇലക്ട്രോഡ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബെഞ്ച് ഇലക്ട്രോഡാണ്. ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവാനും അതുപോലെ കൊളാജൻ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ സർഫേസിലുള്ള ബാക്ടീരിയാസിനൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഹൈ ഫ്രീക്വൻസി മെഷീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഇലക്ട്രോഡാണ്. ഇതാണ് കോംബ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അമിതമായിട്ടുള്ള ഹെയർ ഫോൾ ഉള്ളവർക്ക്, അതുപോലെ ഡാൻഡ്രഫ് വളരെയധികം ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഈ ഇലക്ട്രോഡിന് വരുന്നത് ഒരു ഓറഞ്ച് ലൈറ്റ് നിങ്ങൾക്ക് കാണില്ലേ, നിയോൺ ഗ്യാസാണ് പുറത്തേക്ക് വരുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഷോക്കിംഗ് എഫക്ട് വരും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നന്റ് ലേഡീസിന്, അതുപോലെ ഹാർട്ട് പേഷ്യൻസിന്, അങ്ങനെയുള്ളവർക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഹൈ ഫ്രീക്വൻസി മെഷീനിന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നിട്ടുള്ളത്. ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ആൻഡ് ലൈക്ക്.